ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഈ സഭാ സമ്മേളന കാലയളവിൽ തീരുമാനം കൈക്കൊള്ളാത്തതിൽ ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയെ തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ താനില്ലെന്ന് കെ മുരളീധരൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. അതേസമയം കോൺഗ്രസിനെതിരെ RSP രംഗത്തെത്തി. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം മൂലമാണ് തീരുമാനം വൈകുന്നതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AASIS പ്രതികരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനം വൈകിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെയാണ് ഐ ഗ്രൂപ്പിൽ അതൃപ്തി ഉയർന്നത്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തീരുമാനം വൈകിപ്പിച്ചത് ശരിയായില്ല. കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ അപമാനിക്കുന്ന നടപടിയായത്. സ്പീക്കർ എ ഗ്രൂപ്പുകാരനായതിനാൽ ന്യായമായും ഐ ഗ്രൂപ്പിന് നൽകേണ്ടതാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ അതൃപ്തിയെ തുടർന്ന് കെ മുരളീധരൻ പിന്മാറി. തീരുമാനം മുരളീധരൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും അറിയിച്ചു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടിൽ നിന്നും ഐ ഗ്രൂപ്പ് പിന്നോട്ട് പോയിട്ടില്ല. അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ RSP രംഗത്തെത്തി. തർക്കം മൂലമാണ് തീരുമാനം വൈകുന്നതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AASIS പറഞ്ഞു. തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കോൺഗ്രസിലുണ്ടായ തർക്കമാണ്. കോൺഗ്രസിലുണ്ടായ തർക്കമെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ്. അതുകൊണ്ടാണ് തീരുമാനമാകാതിരിക്കുന്നത്. തീരുമാനമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ മൗനം വെടിയണമെന്ന് RSPയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിനിധി കോവൂർ കുഞ്ഞുമോനും പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതേവരെ ഉണ്ടായിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലെ ആഭ്യന്തര പോര് എത്രത്തോളം രൂക്ഷമാകുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. റിപ്പോർട്ടർ, കോട്ടയം, തിരുവനന്തപുരം.